ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നിങ്ങളുടെ ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു അല്ലേ? എല്ലാവരും അത് കഴിഞ്ഞപ്പോൾ എക്സാം അല്ലെ, നമ്മുടെ സെക്കൻഡ് ടേം എക്സാം ഒക്കെ കഴിഞ്ഞു. എല്ലാവരും അതൊക്കെ നല്ലപോലെ എഴുതിയിട്ടുണ്ടാവും എന്നറിയാം ടീച്ചർക്ക്. നിങ്ങൾക്ക് നല്ല കുട്ടികളല്ലേ, എല്ലാവരും നല്ലതുപോലെ പഠിക്കുന്നതാണ് അല്ലേ? അപ്പൊ ഇനി നമ്മൾക്ക് വീണ്ടും നമ്മളുടെ മാത്സ് ക്ലാസ്സിലോട്ട് പോവാം അല്ലേ? ഇനി എന്താ, നമ്മൾക്ക് ഇനി അടുത്ത തേർഡ് യൂണിറ്റ് ടെസ്റ്റ് ഉണ്ട്, അതിന്റെ ടേം ഉണ്ട് അല്ലേ? അപ്പൊ ഇനി അടുത്ത തേർഡ് യൂണിറ്റ് ടെസ്റ്റിനുള്ള മാത്സ് ക്ലാസ്സിലോട്ട് നമുക്ക് പോവാം. അതില് മൂന്നാമത്തെ ടേം ബുക്കാണ് അതല്ലേ? ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് എന്താണെന്നറിയോ? മണി. എന്താണ് മണി എന്ന് പറഞ്ഞാൽ? ക്യാഷ് അല്ലേ, പണം അല്ലേ? നമ്മൾ അതുകൊണ്ട് ഓരോ സാധനങ്ങൾ, നമ്മൾ എന്ത് സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാണെങ്കിലും നമുക്ക് എന്ത് വേണം? ക്യാഷ് വേണം, മണി വേണം അല്ലേ? അതില്ലാതെ ഒരു സാധനങ്ങൾ പോയി വാങ്ങിക്കാൻ പറ്റുമോ? പണ്ടൊക്കെ ഉണ്ടായിരുന്നു, സാധനങ്ങൾ കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു ശീലം പണ്ട് കാലത്തുണ്ടായിരുന്നു. പിന്നെ ക്യാഷ് ഒക്കെ കണ്ടുപിടിച്ച്, പൈസയൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ അതെന്തായി? ക്യാഷ് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയാലും നമ്മൾക്ക് എന്ത് കിട്ടുള്ളൂ? സാധനങ്ങളെ കിട്ടുള്ളൂ അല്ലേ? അപ്പോ നമുക്ക് ആ ക്യാഷിനെ കുറിച്ച് നമുക്ക് പഠിക്കാം അല്ലേ? ഇനി നിങ്ങൾ 1 രൂപ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? 1 രൂപയില് എത്ര പൈസയുണ്ട്? എത്ര പൈസയുണ്ട്? ആർക്കൊക്കെ അറിയാം? 1 രൂപയിൽ എത്ര പൈസയുണ്ട്? എത്ര പൈസയുണ്ട്? എത്ര പൈസ ചേർന്നാലാണ് 1 രൂപയാവുക? 1 രൂപയിൽ എത്ര പൈസയുണ്ട്? എത്ര പൈസയുണ്ട്? ഒന്ന് നോക്കൂ. എത്രയുണ്ട്? എത്ര പൈസ ചേർന്നല്ല? 10 പൈസ ചേർന്നാൽ 1 രൂപയാവോ? 20 പൈസ ചേർന്നാൽ 1 രൂപയാവോ? 30 പൈസ ചേർന്നാലാവോ? ഇല്ലാലോ. എത്ര പൈസ ചേരണം എന്നറിയോ 1 രൂപയാവാൻ? 100 പൈസ. എത്രയാണ്? 100 പൈസ ചേർന്നാലാണ് എത്രയാവുന്നത്? 1 രൂപയാവുന്നത്. ഓക്കെ, എത്ര 1 രൂപ എന്ന് പറയുന്നത് എത്ര പൈസയാണുള്ളത്? 100 പൈസ. 100 പൈസ ചേർന്നാലാണ് 1 റുപ്പി. ഓക്കെ, അത് നമുക്ക് എങ്ങനെയൊക്കെ പറയാം? 1 റുപ്പി ഇസ് ഈക്വൽ ടു 100 പൈസ എന്ന് പറയാം. അല്ലെങ്കിലോ 100 പൈസ ഇസ് ഈക്വൽ ടു 1 റുപ്പി. 100 പൈസ എന്ന് പറഞ്ഞാലും 1 രൂപ തന്നെയാണ്. 1 റുപ്പി എന്ന് പറഞ്ഞാലും എന്താണ്? 100 പൈസ എന്ന് പറഞ്ഞാലും ഒക്കെ 1 രൂപ തന്നെയാണ്. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾക്ക് ഇവിടെ നോക്കാതെ. നമ്മളിപ്പോ ഒരു പൈസ തന്നാൽ അതിനെ എങ്ങനെ റുപ്പീസിലേക്ക് ആക്കാം, റുപ്പീസ് തന്നാൽ അതിനെ എങ്ങനെ പൈസയിലേക്ക് ആക്കാം എന്നുള്ളതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് പൈസ തന്നിട്ട് അതിനെ എങ്ങനെ റുപ്പീസിലേക്ക് ആക്കാം എന്ന് ആദ്യം നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ടീച്ചർ ഇവിടെ ഒരു എക്സാമ്പിൾ പറയാണേ. അപ്പോ 632 പൈസയുണ്ട്. അതിനെ എങ്ങനെ നമ്മൾക്ക് റുപ്പീസിലേക്ക് മാറ്റാം? കൺവേർട്ട് ഇൻടു റുപ്പീസിന് ഞാൻ ഇവിടെ RS എന്ന് എഴുതുന്നുണ്ട്. ഷോർട്ട് റുപ്പീസ് ഇങ്ങനെ നീട്ടി വരെ ചെയ്തത് ടീച്ചർ ഇവിടെ RS എന്ന് എഴുതുന്നുണ്ട്. നമ്മൾ സാധാരണ റുപ്പീസിന് അങ്ങനെയല്ലേ എഴുതിട്ട്, അപ്പൊ അത് എഴുതുന്നുണ്ട്. അപ്പൊ ഈ 632 പൈസയെ എങ്ങനെ നമ്മൾ റുപ്പീസിലേക്ക് ആക്കി മാറ്റും? ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് നമ്മൾ നേരത്തെ എക്സ്പാൻഡഡ് ഫോമിലേക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? 600 + 30 + 2 എന്നൊക്കെ നിങ്ങൾ ഇതിന് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അതുപോലെ ആക്കാം. ഓക്കെ, അപ്പൊ 600 + 30 + 2 എന്ന് നമ്മൾ അതിന് വിചാരിക്കുന്നു. അപ്പം ഈ 600 എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാക്കാം? 6 × 100 അല്ലെ? അതാണ് 600. പിന്നെ ഈ 30 32 എന്നുള്ളത് നമ്മൾ 30 + 2 എത്രയാണ്? 32 എന്നായി. അപ്പം ഇതെങ്ങനെയാണ്? ഈ 600 + 100 എന്ന് പറഞ്ഞാൽ അറിയോ? 6 × 100 എത്ര റുപ്പീസ് ഉണ്ട്? എത്ര റുപ്പീസ് ആണ്? 100 പൈസയിൽ എത്ര റുപ്പീസ് ആണ്? 1 റുപ്പിയാണ് അല്ലെ? അപ്പൊ 1 എഴുതുന്നു +32. ഓക്കെ, ഇതാണ് അതിൽ വരുന്നത്. അപ്പൊ നമ്മളിവിടെ 6 × 1 എത്രയാണ്? 6 ആണ് അല്ലെ? 6 റുപ്പീസ് ആവും. പിന്നെ 32 അവിടെ 100 ഇല്ലാത്തതുകൊണ്ട് അത് 32 എന്ത് തന്നെയാണ്? 32 പൈസ എന്ന് തന്നെ ആവും. അപ്പൊ ഇതെന്താവും? 6 റുപ്പീസ് ആവും. ഇത് 32 പൈസ. അതിൽ കൂടുതൽ 100 ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ 1 റുപ്പി ആയിട്ട് അതിനെ കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതില്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ പൈസ തന്നെ ആയിട്ട് എഴുതും. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെയും കൂടെ എഴുതണം? 6 എന്നുള്ള റുപ്പീസ് ഇട്ടിട്ട് ഒരു ഡോട്ട് ഇടുന്നു, ഒരു പോയിന്റ് ഇടുന്നു. എന്നിട്ട് 32 പൈസേന് നമ്മൾ ഇങ്ങനെ 32 എന്ന് നമ്മൾ ഇങ്ങനെ എഴുതുന്നു. ഇങ്ങനെ എഴുതിയാലും എങ്ങനെ നമ്മൾ വായിക്കും? 6 റുപ്പീസ് 32 പൈസ എന്ന് നമ്മൾ അതിനെ വായിക്കും. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ തന്നു കഴിഞ്ഞപ്പോ ഇത് 632 അല്ലാതെയും
വേറെ രീതിയിലും നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ 100ഉം 10സും 1സും ഒക്കെ ആക്കി അതിനെ മാറ്റി നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പൈസയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇനി അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതുപോലെ ഇപ്പൊ മനസ്സിലായില്ലേ എന്താണ് 1 റുപ്പി എന്ന് പറഞ്ഞാൽ എത്ര പൈസയാ? 100 പൈസ ചേർന്നതാണ് 1 റുപ്പി എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇപ്പൊ ഒരു എക്സാമ്പിൾ 7 റുപ്പി എന്ന് തന്നിട്ടുണ്ട്. അതിന് നമ്മൾ എങ്ങനെ പൈസയിലേക്ക് കൺവേർട്ട് ചെയ്യും? 7 റുപ്പി എന്ന് തന്നാൽ നമ്മൾ അതിനെങ്ങനെ പൈസയാക്കും? 7 റുപ്പി ഈസ് ഈക്വൽ ടു എന്താണ്? എത്ര പൈസ ചേർന്നതാണ് 1 റുപ്പി? 100 പൈസ അതിൽ ചേർന്നതാണ് 1 റുപ്പി അല്ലെ. അപ്പൊ ഇവിടെ എത്രയാണ്? 7 ആണ്. അപ്പൊ 7 into 100 എന്ന് ചെയ്യുന്നു. അപ്പൊ 7 into 100 എത്രയാ? 700 പൈസ. ഓക്കെ, 7 റുപ്പി എന്ന് പറഞ്ഞാൽ എത്ര പൈസയാണ്? 700 പൈസ. ഇതുപോലെയുള്ള പ്രോബ്ലംസ് നിങ്ങളുടെ പേജ് നമ്പർ 8ലും ഓക്കെ നിങ്ങൾക്കത് ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് നന്നായി മനസ്സിലാക്കിയതിനു ശേഷം ആ പ്രോബ്ലംസ് നിങ്ങൾ അതിൽ ചെയ്യണം കേട്ടോ. ഇനി അടുത്ത് നോക്കാം, എന്താണ് പൈസ നമ്മൾ റുപ്പീസ് ആക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി അടുത്തത് എന്താണ് നമ്മൾക്ക് നോക്കാനുള്ളത് പറഞ്ഞാൽ, ഇപ്പൊ ഇതേപോലെ ഇപ്പൊ ഞാൻ ഇത് 7 റുപ്പി എന്ന് തന്നു, അതിന് പൈസയാക്കാൻ പറഞ്ഞു അല്ലെ. അതേപോലെ തന്നെ അപ്പൊ 700 പൈസ എന്ന് തന്നാൽ നിങ്ങൾ അതിനെ എങ്ങനെയാക്കും? എന്ത് ചെയ്യും? അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്താൽ മതിയോ? 700 ഡിവൈഡ് ബൈ 100 എന്ന് ചെയ്താൽ മതി. 0 കട്ട് ചെയ്തു. അപ്പൊ എന്താ 7 റുപ്പീസ് എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. ഈ 700 എന്ന് പറഞ്ഞാൽ നമ്മൾ 100 പൈസ ചേർന്നാലാണ് 1 റുപ്പി തന്നെ. അപ്പൊ 100ന്റെ ഈ 2 സീറോയും കട്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എത്രയാ? 7 മാത്രമല്ല. അപ്പൊ 7 റുപ്പീസ് ആയി. ഓക്കെ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതാണ് നമ്മൾ റുപ്പീസിലേക്ക് ആക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതേസമയം പൈസ ആക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? എളുപ്പത്തിനാണ് പറയുന്നത് 100 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ ചെയ്യാം. അതാണ് നമ്മൾ റുപ്പീസിനെ പൈസയിലേക്ക് ആക്കുമ്പോഴും പൈസയെ റുപ്പീസിലേക്ക് ആക്കുമ്പോഴും നമ്മൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ, ജസ്റ്റ് ഇതൊക്കെ നിങ്ങളുടെ പ്രോബ്ലംസ് ഉണ്ട്. ഇതുപോലെ വരുന്ന പ്രോബ്ലംസ് എല്ലാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പേജ് നമ്പർ 8, 9, 10 ഈ പ്രോബ്ലംസ് ഉണ്ട്. ടീച്ചർ ഇത് പഠിപ്പിക്കുന്നതിനോടൊപ്പം നിങ്ങൾ അതും നോക്കി ചെയ്യണം കേട്ടോ. ഇനി അടുത്തത്, ഇപ്പം 5 റുപ്പീസ് 82 പൈസയെ നമ്മൾ എങ്ങനെ എന്താക്കി മാറ്റും? പൈസയാക്കി മാറ്റും. എന്താണ് 5 റുപ്പി 82 പൈസനെ നമ്മൾ എങ്ങനെയാണ് ഇൻറ്റു പൈസയാക്കി മാറ്റുന്നത്? ഇതിന് നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി അറിയോ? നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട. നമ്മള് ഇവിടെ ഈ 5 അല്ലേ, ഇതിലെപ്പോഴും 100, ഇവിടെ 1s ഉം 10s ഉണ്ടല്ലോ. അപ്പൊ 100ൽ എത്ര സീറോസ് ആണ്? 2 സീറോസ് ആണ് അല്ലേ. അപ്പൊ ഇതിന് എന്ത് ചെയ്താൽ മതിയോ? ഈ പോയിന്റ് കളഞ്ഞിട്ട് നമ്മൾ ഇവിടെ എത്ര ഇതുണ്ടെങ്കിലും പൈസയാക്കി മാറ്റുമ്പോൾ ഈ പോയിന്റ് ഇല്ലാതെ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം കേട്ടോ. പൈസയിലേക്ക് അങ്ങനെ ഇവിടെ നമ്മൾ 5 ഡോട്ട് ഇട്ടിട്ട് എന്നിട്ട് 82 പൈസ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ആ പോയിന്റ് കളഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അത് എഴുതി കഴിഞ്ഞാൽ 582 പൈസ. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൈസയെ പോയിന്റ് വരുന്ന റുപ്പീസിനെ എന്താക്കാൻ മാറ്റാൻ പറ്റും? പൈസയായിട്ട്. റുപ്പീസും പൈസയും കൂടെ തരുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൈസയായിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിൽ എന്ത് ചെയ്താൽ മതി? ആ പോയിന്റ് അങ്ങോട്ട് മാറ്റിയിട്ടാൽ മതി. പോയിന്റ് ഇടാതെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൈസയായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾ പേജ് നമ്പർ 10 ഒരു പ്രോബ്ലംസ് ഉണ്ട്. അതില് 5 പൈസനെ നിങ്ങൾ എഴുതാൻ തന്നിട്ടുണ്ട്. 5 പൈസനെ നമ്മൾ എങ്ങനെ എഴുതുന്നറിയോ? 0.5 എന്ന് എഴുതിയാൽ അത് കറക്റ്റ് ആവോ? ഇല്ല അല്ലെ. 0. എങ്ങനെ എഴുതണം? 0.5 എന്ന്. കാരണം 100 ചേർന്നാലാണ് 1 റുപ്പി ആവുന്നത്. അപ്പോൾ നമ്മൾ 5 പൈസ എന്ന് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 0.05. ഇവിടെ 1s 5 പൈസയാണ്. അതേസമയം 10 പൈസയാണെങ്കിൽ 50 പൈസയാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതും? 0.50 എന്ന് എഴുതും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഇപ്പൊ 5 പൈസ നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതുമ്പോൾ അങ്ങനെ 0.05 എന്ന് എഴുതണം. അതിന് 50 പൈസന് നമ്മൾ 0.50 എന്ന് വെച്ചിട്ട് വേണം അതിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുമ്പോൾ. ഇതുപോലുള്ള പ്രോബ്ലംസ് നിങ്ങൾ പേജ് നമ്പർ 10 ആദ്യം നിങ്ങളത്
നന്നായി മനസ്സിലാക്കുക. കാരണം 1 റുപ്പി എന്ന് പറഞ്ഞാൽ എത്ര പൈസയാണ്? 100 പൈസയാണ്. 100 പൈസ എന്ന് പറഞ്ഞാലും 1 റുപ്പി തന്നെയാണ്. ഓക്കെ, ഇനി അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ആദ്യം റുപ്പീസിനെ പൈസയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ ഇൻറ്റു 100 ആഡ് ചെയ്താൽ മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അതേസമയം പൈസയെ നമ്മൾ റുപ്പീസിലേക്ക് ആക്കുമ്പോൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ആദ്യം ഇതെല്ലാം നല്ലതുപോലെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോബ്ലംസ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ.